ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 6. അക്കാലത്ത് ഈശോ അരുൾ ചെയ്തു, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചകഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാവരും എൻ്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിൻ്റെ അർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യർ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാൻ തന്നെയാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ജീവന്റെ അപ്പത്തെ ധ്യാനിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു അസന്നിഗ്ധമായി നമ്മെ പഠിപ്പിക്കുന്ന പാഠം, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാൻ തന്നെയാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. നിത്യജീവന് വേണ്ടി സ്വർഗം ഭൂമിക്ക് നൽകിയ ഏറ്റവും മഹത്തായ കൃപാവരമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ രക്ഷകന നാഥനുമായി നാം സ്വീകരിക്കുമ്പോൾ, ഏറ്റുപറയുമ്പോൾ, പ്രഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതം നിത്യജീവന് അർഹതയുള്ളതായി ഭവിക്കുന്നു. ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം ഇത് മന്നയല്ല എന്നതാണ്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ ഭൗതിക അപ്പവും ആധ്യാത്മിക അപ്പവും എന്ത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. പിതാവായ ദൈവം 40 സംവത്സരം ഇസ്രായേൽ ജനത്തിന് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം നൽകി. ആ അപ്പത്തിന് അവർ ഇട്ട പേര് മന്ന എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം ഇതെന്താണ്? അവർ അപ്പം എടുത്തുകൊണ്ട് ആദ്യം ചോദിച്ച വാക്ക് അതിന്റെ പേരായി മാറി. വാട്ട് ഈസ് ദിസ്? മന്ന. അവർ എന്താണ് ഭക്ഷിച്ചതെന്ന് അവർക്കറിയില്ലായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് പങ്കുവെച്ച് നൽകിക്കൊണ്ട് പറയുന്നു, ഇത് മന്നയല്ല. നിങ്ങൾ അറിയാത്ത കാര്യമല്ല ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ഈ രക്തത്തിൽ പാനം ചെയ്യുന്നവൻ ഒരിക്കലും ദാഹിക്കില്ല. നിത്യജീവന്റെ അപ്പം ക്രിസ്തു തന്നെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം മുഴുവനും ധ്യാനപൂർവ്വം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ ജീവിതത്തിൽ ഏറ്റുപറയുവാനും ആ ജീവന്റെ സമൃദ്ധി സ്വന്തമാക്കുവാനുമുള്ള വലിയ വിളിയാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുക. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്ത ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല. അതെ, ദിവ്യകാരുണ്യത്തിന്റെ ദിവ്യരഹസ്യം മനസ്സിലാക്കാൻ പിതാവിന്റെ പ്രത്യേക സ്നേഹ ക്ഷണം ആവശ്യമാണ്. പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ദിവ്യകാരുണ്യത്തിന്റെ അർത്ഥവും ആഴവും ഉൾക്കൊള്ളുവാൻ കഴിയൂ. മാനുഷിക ചിന്തയിൽ നിന്ന്, ബോധ്യങ്ങളിൽ നിന്ന് നമുക്ക് ദിവ്യകാരുണ്യത്തെ ഉൾക്കൊള്ളുവാനോ അതിൻ്റെ ആത്മീയത സ്വീകരിക്കുവാനോ ഫലം അനുഭവിക്കുവാനോ സാധിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ക്രിസ്തു നമുക്ക് നൽകുന്ന നിത്യജീവന്റെ സമ്പൂർണത വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ, തീഷ്ണതയോടെ, വിശ്വാസത്തോടെ ദിവ്യകാരുണ്യത്തെ സമീപിക്കാം. അവിടെ നിത്യജീവന്റെ കൃപാവരം സ്വീകരിച്ചുകൊണ്ട് നിത്യ രക്ഷ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ നമ്മെ യോഗ്യരാക്കണമേ എന്നും അനുദിന ദിവ്യബലിയുടെ പങ്കാളിത്തത്തിലൂടെ
യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന് നിത്യജീവന്റെ സാക്ഷികളാകുവാൻ നമ്മെ യോഗ്യരാക്കണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമാ ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ